ആ ചേട്ടാ, സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ എത്തിച്ചേക്കാം. ശരി. ആ താനോ? വെൽക്കം ടു മൈ ഓഫീസ്. താങ്ക് യു. നൗ യുവർ ഓഫീസ് ടു. എല്ലാം നോക്കിയും കണ്ടും പഠിച്ചോ. ഞാനോ? പിന്നെ താൻ MBA കാരില്ലേ, തനിക്ക് എളുപ്പത്തിൽ പഠിക്കാടോ. എടാ അതെ, ഞാൻ 2 ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല. താൻ വന്നേ, ഞാൻ പറയാം. അതെന്താ ഇവിടെ ഉണ്ടാവാത്ത? മീനുവിന്റെയും മൂർത്തിയുടെയും കല്യാണോ തമിഴ്നാട് വൈദീശ്വരൻ കോവിൽ വെച്ച്. വൈദ്യേശ്വരൻ കോവിലോ? അതെവിടെയാ? വൈദീശ്വരനല്ല, വൈദീശ്വരൻ. അത് തഞ്ചാവൂരിനടുത്ത്. മൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ നാടവിടെ. വിവാഹം അവിടെ വെച്ച് നടത്തുന്ന പേരൻസിന് ഒരേ നിർബന്ധം. വരുന്നോ? എനിക്ക് 2 എക്സാം കൂടെ ബാക്കിയുണ്ട്. ഓ, നല്ല ടഫാ. കുത്തിയിരുന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തന്നെ ഞാനും വരുന്നുണ്ടെന്ന്. ഹലോ. ആ ഒരു സെക്കൻഡ്. രാവിലെ എന്റെ മൊബൈലും കൊണ്ട് തുടങ്ങിയിട്ടുണ്ടോ? ഫുൾ ടൈം ഫോണിലാ. നീ അകത്തോ, എല്ലാരും പെട്ടെന്ന് ഇറങ്ങാൻ പറ കേട്ടോ. മോളെ, അമ്മ റെഡിയാ, നോക്ക് വേം. ഇവിടുന്ന് എത്ര ദൂരം വരും? ഒരു 3 കിലോമീറ്റർ. ആഹാ. ഏയ് അത്രേ കം ഓൺ, പോറായി, ലേറ്റ് ആയി. കം കം കം, ആ, ബാ ബാ. ഇറങ്ങാം നമുക്ക്. മോളെ ബാ. ഇത് നേരെ ഇട്ടു. അമ്മ വിളിക്കാം. ഞാനില്ല. ചെല്ലടോ. ഇല്ലെന്ന്. എന്നെ വിട്. അയ്യോ. ഈ പാട്ട് കേട്ടാ മതി, അപ്പൊ തുടങ്ങി രണ്ടാളും. നടക്ക്, നടക്ക്. പൊളി. ആ, എപ്പോ വന്നു? ഇജ്ജ് വാ. സൂപ്പർ. ആ നന്നായിട്ടുണ്ട്. അമ്മയും മോളും തകർത്തു കേട്ടോ. ആ ഇടോ, ഇതെന്റെ ഒരേ ഒരു അനിയൻ, ഇതെന്റെ ഒരേ ഒരു അനിയത്തി, ഇത് അവരുടെ മക്കള്, ട്വിൻസാ. ഇരിക്ക്. ആ, വാ വാ വാ. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ, എന്ത് ചെയ്യും? റിട്ടേൺ എന്നാ പറഞ്ഞേ? വെൽ, ദിസ് മന്ത് 30th. ആ. ഇനി 29 days more. ഓ, അതിപ്പോ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? ഏയ്, ദിവസം കുറഞ്ഞൊന്നും വെച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒറ്റയ്ക്കൊന്നും ആവൂല, ഞങ്ങൾ എല്ലാവരും ഇല്ലേ. ടേക്ക് ഇറ്റ് ഈസി. ആ, ഇത് വെറും പറച്ചിലല്ല കേട്ടോ. അതല്ല, അവളുടെ എക്സാം ഒന്നും തീർന്നിട്ടില്ല. എക്സാം ഒക്കെ അതിനു മുന്നേ തീരും. that's cool. എന്താടാ, എന്താ പറ്റിയേ? ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടു. എടാ, സ്വപ്നത്തില് പലതും കാണും എന്ന് വെച്ച് പേടിക്കണോ? അങ്ങോട്ട് പോയപ്പോ എത്ര ഹാപ്പി ആയിരുന്നു, ഇതിപ്പോ നീ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണം. ഞാൻ 100 തവണ പറഞ്ഞതല്ലേ അവിടെ പോണ്ടെന്ന്. എടാ ഇത് ഇങ്ങനെയൊക്കെ ആവുന്ന ആര് വിചാരിച്ചു?
എടാ നടന്നു വന്നു നീ വീട്ടിലാരോടും പറയാൻ നിക്കണ്ട, പ്രത്യേകിച്ച് ശ്രേയയോട്. എടി എടി സ്വപ്നത്തിൽ കാര്യമുണ്ടെന്ന്. മരിക്കുന്നതിന് മുമ്പ് അമ്മച്ചി സ്വപ്നം കണ്ട് അപ്പച്ചൻ മരിച്ചു കിടക്കുന്ന ചില സ്വപ്നങ്ങളൊക്കെ. ഒന്ന് നിർത്താവോ? വായ തുറന്നാ നെഗറ്റീവേ പറയുള്ളൂ. ഉള്ളത് പറഞ്ഞ നിനക്കെന്താടി ഇത്ര ദേഷ്യം? നിർത്തുക, നീ ഒന്നും പറയണ്ട. ആ മോള് വാ. മിഥുൻ വന്നോ അമ്മ? ഓ വന്നല്ലോ. വന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. അവൻ മേളിലുണ്ട്, നീ പോയി ചോദിക്കേ. മിഥുൻ, Why are you avoiding me? ഇന്നലെ ഇന്നും എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനും റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല. ഈ 2-3 ദിവസം കൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചേ? എന്റെ ആദ്യം നടന്ന എൻഗേജ്മെന്റ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. Then why are you avoiding me? എന്നെ ടെൻഷൻ അടുപ്പിക്കാതൊന്ന് പറ മിഥുൻ. പറയാം. കല്യാണ സ്ഥലത്ത് വെച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ടു. അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അവനോട് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി പറഞ്ഞു ആഫ്റ്റർ മാരേജ് ലഗേജ് കൂടെ കൂട്ടാൻ പറ്റില്ല. ഈ ലഗേജ് എന്ന് പറയുന്നത് ഇൻലോസിനെ വിളിക്കുന്ന കോഡ് വാക്ക. അവളത് പറഞ്ഞപ്പോൾ അവന് വിഷമായി. അവനമ്മ മാത്രമേ ഉള്ളൂ. കേട്ടപ്പോ എനിക്കും ഭയങ്കര വിഷമായി. പ്ലീസ് എന്നെ അത്തരം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടല്ലേ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അമ്മ അച്ഛനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും.